വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശാരദാമ്മയാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് ശാലിനിയോട് ആ ഒരു തലേ ദിവസം പിന്നെ ശാരികയും ശ്യാമയും ഒക്കെ സംസാരിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞില്ലേ, ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലാത്ത ആളിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ. ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലോർത്താണ് ശാരദാമ്മ വരുന്നത്. വന്നിട്ട് ഇങ്ങനെ ശാലിനിയോട് സംസാരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ശാരദാമ്മ എന്താണെന്ന് വെച്ചാൽ, വിഷ്ണുവിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടണം എന്നിങ്ങനെ, അപ്പോൾ നമുക്ക് ആ ചടങ്ങുകൾ ചെയ്യണം എന്നിങ്ങനെയുള്ള ആ സംസാരമാണ് ശാരദാമ്മ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെ വിഷമവും ദേഷ്യവും ഒക്കെ വരികയാണ്. അമ്മ എന്തായി പറയുന്നത്? വിഷ്ണുവേട്ടന് വേണ്ടി ബലിയിടണമെന്നാണോ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ പെട്ടെന്നങ്ങ് എടുത്ത വായിൽ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അത് ശാരദാമ്മ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നു. അതിനുശേഷം അകത്തു നിന്നും ഭാമ ഇറങ്ങി വരുന്നതും കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഭാമ കേൾക്കാനായിട്ട് സാധ്യതയില്ല. അങ്ങനെ ആ ഒരു സംസാരമാണ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കണം ഇവിടെ സത്യഭാമയാണെങ്കിൽ ആ ഒരു ജ്യോത്സ്യനെ കണ്ട കാര്യമൊക്കെ പറയുന്നതും പിള്ളയെ പറഞ്ഞു വിടുന്ന സീനും ഒക്കെ അതിനുശേഷമായിരിക്കണം. തുടർന്നാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് മഹേന്ദ്രൻ വരുന്നുണ്ട്. മാണിക്കോത്ത് ശിവൻ്റെ അച്ഛൻ മഹേന്ദ്രനാണെങ്കിൽ ഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം വരുമ്പോൾ ശിവൻ അവിടെ ഇല്ല. പിള്ളയും സത്യഭാമയുള്ളൂ കയറിയിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഉമ്മറത്തേക്ക് കസേരയിലേക്ക് മഹേന്ദ്രൻ കയറിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ശിവൻ അവിടേക്ക് വരുന്നത്. അതായത് ശിവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് മഹേന്ദ്രൻ വരുന്നത്. പക്ഷേ ശിവനാണെങ്കിൽ താൻ കൂടെ ചെല്ലില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം ഭാമയും ഒരക്ഷരം മിണ്ടുന്നില്ല. ഭാമയുടെ അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു സംസാരമല്ലേ, ഭാമയൊന്നും പറയുന്നില്ല. അന്നേരം ശിവനോട് മഹേന്ദ്രൻ അവസാനം പറയുന്നുണ്ട്, എന്നെ അനുസരിക്കാത്ത ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. നിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. നിന്നെ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ശിവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ശിവൻ്റെ ഭാഗത്ത് വിഷമോ ഒന്നുമില്ല, നോക്കി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ഭാമയും ഇങ്ങനെ ശിവനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പിള്ളയും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷമുള്ളൊരു സീനിൽ കാണിക്കുന്നത് അവിടെ ശാരദാമ്മയുടെ വീട്ടിൽ തന്നെയാണ്. ശാരദാമ്മ തിരികെ പോയെന്ന് തോന്നുന്നു. ഭാമയുടെ വീട്ടിൽ വന്നിട്ട് തിരികെ പോയിരിക്കണം. അവിടെ ശാരികയ്ക്കാണെങ്കിൽ ആകപ്പാടെ പ്രസവവേദനയാണെന്ന് തോന്നുന്നു, വയറുവേദനയോ എന്തോ ആണ്. വേദന കൊണ്ട് ശാരികയ്ക്കാണെങ്കിൽ നല്ല വയറൊക്കെ ഉണ്ട് ഇപ്പോഴത്തേക്കാണെങ്കിൽ. അന്നേരം വേദന കൊണ്ട് ശാരികയാണെങ്കിൽ കട്ടിൽ നിന്നങ്ങോട്ട് നിലവിളിക്കുകയാണ്. അന്നേരം ശ്യാമയും കൂടെ ഉണ്ട്, ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ നേരത്തെ സംസാരിച്ചതുപോലെ എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നാൽ ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരാൻ പോലും ആളില്ല എന്ന് പറഞ്ഞ ഒരു സന്ദർഭം അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കുറുപ്പ് സാറ് വരുന്നുണ്ട്. അന്നേരം ശാരികയ്ക്ക് എന്തോ ഒരു വേദന പോലെ, ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരുമോ എന്നിങ്ങനെ കുറുപ്പ് സാറിനോട് ശാരദാമ്മ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ 2-3 സീനാണ് കാണിക്കുന്നത്. അപ്പോൾ കുറുപ്പ് സാറ് പിന്നെ വണ്ടി വിളിച്ചുകൊണ്ട് വരുമോ, അതോ ഇനി ഈ സമയത്താണോ ഇനി ശാലിനി അവിടേക്ക് ശാരദാമ്മയെ കാണാൻ വരുന്നത് എന്നുള്ളത് കാണിക്കുന്നില്ല. അതോ ഇനി മുമ്പൊരിക്കൽ ആവശ്യം വരുമ്പോൾ വിഷ്ണു ആണല്ലോ ഇവർക്ക് എല്ലാത്തിനും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതോ ഇനി ശിവൻ്റെ വണ്ടിയാണോ, ശിവനാണോ ഇനി വരുന്നത് എന്നുള്ളതൊന്നും അറിയില്ല. ബാക്കിയുള്ള സീനുകൾ എന്താണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.